നമ്മൾ ഇനി പോകുന്നത് ഡൽഹിയിലേക്കാണ്. അവിടെ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ നിന്ന് അർജുൻ പീതാംബരൻ ചേരുകയാണ്. അർജുൻ, വെരി ഗുഡ് മോർണിംഗ്. വിഷു ആശംസകൾ. ഡൽഹിയിലെ വിഷു അത് എത്രത്തോളം സ്പെഷ്യൽ ആണെന്ന് അറിയാം. നമ്മുടെ നാട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണല്ലോ വിഷു നമ്മുടെ ആഘോഷങ്ങൾക്ക് അത്രയും മധുരം ഉണ്ടാവുക. കൃഷിക പ്രവിധ തീർച്ചയായിട്ടും ഞാനിപ്പോൾ നിൽക്കുന്നത് ഡൽഹിയെ സംബന്ധിച്ച് ഉത്തരേന്ത്യയുടെ ഗുരുവായൂർ എന്ന് ഞങ്ങൾ ഡൽഹി മലയാളികൾ വിശേഷിപ്പിക്കുന്ന ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലാണ്. ഇവിടെ വലിയ തിരക്കാണ്. ഇന്ന് വിഷു ദിനത്തിൽ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രം പുലർച്ചെ 4:30 തന്നെ ഉണർന്നു. അപ്പോൾ മുതൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ ആ വിഷു കണി ഒരുക്കി വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. ഈ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ വളരെ വലിയൊരു വിഷു കണിയാണ്. മാത്രമല്ല ആളുകൾക്ക് വന്ന് അത് കാണാനുള്ള എല്ലാ സൗകര്യവും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നോക്കൂ, ഉത്തരേന്ത്യയാണ്, ഡൽഹിയാണ്, പക്ഷേ ആഘോഷത്തിൽ, വിശ്വാസത്തിൽ, അതുപോലെ സന്തോഷത്തിലൊന്നും തന്നെ ഒരു കുറവുമില്ല. എത്ര വലിയൊരു വിഷുക്കണിയാണ് ഒരുക്കിയിരിക്കുന്നത് എന്നുള്ള ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. മാത്രമല്ല വലിയ തിരക്കാണ് ഇന്ന് പുലർച്ചെ 4:30 മുതൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ തിരക്ക് നിയന്ത്രിക്കാൻ കൃത്യമായി ക്ഷേത്രം ഭാരവാഹികൾ ഈ ക്ഷേത്രത്തിന്റെ നടയിൽ തന്നെ ഗേറ്റിനോട് ചേർന്ന് തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ആളുകൾക്ക് വന്നു കഴിഞ്ഞാൽ സുഗമമായി ഈ കണി കാണാം, തൊഴുകാം. അതിനുശേഷം ക്ഷേത്രത്തിന്റെ അകത്തേക്ക് പോയി അവിടെ പ്രതിഷ്ഠയുണ്ട് ഗുരുവായൂരപ്പന്റെ. അദ്ദേഹത്തെയും അവിടെ വെച്ച് തൊഴുകാനുള്ള എല്ലാ സൗകര്യങ്ങളും ക്ഷേത്രം ഭാരവാഹികൾ ഏർപ്പെടുത്തി നൽകിയിട്ടുണ്ട്. ഇന്ന് പ്രത്യേക പൂജകളൊന്നും തന്നെ ഇല്ല. പക്ഷേ ആളുകൾക്ക് ഇത്തരത്തിൽ വന്ന് തൊഴുകാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നു. നോക്കൂ, നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് എത്രത്തോളം തിരക്കാണ് ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന്. ചേട്ടാ, വിഷുവാണ്, എന്താണ് പ്രത്യേകത ഉത്തരേന്ത്യൻ മലയാളികളെ സംബന്ധിച്ച്? ഉത്തര ഗുരുവായൂരപ്പൻ എന്ന് വെച്ചാൽ വിഷുവാണ് നോർത്ത് ഇന്ത്യയിലെ ഞങ്ങളുടെ ഈ അമ്പലത്തിലെ ഗുരുവായൂരപ്പൻ്റെ അമ്പലത്തിലെ ഏറ്റവും വലിയ ആഘോഷം. 10,000-15,000 പേര് ഇവിടെ തൊഴാൻ വരും. വരുന്നവർക്ക് എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ്. ഇവിടെ 4 മണി മുതലേ തുടങ്ങിയ തിരക്കായിരുന്നു. ഇത് കണ്ടില്ലേ, അവിടെ ലൈൻ കണ്ടില്ലേ? നല്ല തിരക്കുണ്ട്. 11 മണി വരെ ഈ ലൈൻ ഉണ്ടായിരിക്കും ഇവിടെ. നല്ല തിരക്കാണ്. നല്ല തിരക്കുണ്ട്. നോർത്ത് ഇന്ത്യയിലെ ഗുരുവായൂരപ്പൻ്റെ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ എല്ലാ സ്റ്റേറ്റിൽ നിന്നും ഇവിടെ വരും. ചണ്ഡീഗഡ്, രാജസ്ഥാൻ, ജയ്പൂര്, ഹരിയാന, UP എല്ലാ സ്റ്റേറ്റിൽ നിന്നും ഇവിടെ ആൾക്കാർ തൊടാൻ വരും. ഇവിടെ ലീവില്ല, പക്ഷെ മലയാളികൾ ലീവ് എടുത്ത് ആഘോഷിക്കുകയല്ലേ? എന്നിട്ട് വിഷുവിൻ്റെ അന്ന് ലീവ് എടുത്ത് വരും. എല്ലാവരും ലീവ് എടുത്ത് വരും. ഒരു 11 മണി വരെ തിരക്കാണ് ഇവിടെ. എന്തെങ്കിലും പ്രത്യേക പൂജയോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ ഒരുക്കിയിട്ടുണ്ടോ ക്ഷേത്രത്തിൽ? പ്രത്യേക വഴിപാടുകൾ ഉണ്ട്. എല്ലാ വഴിപാടുകളും പാൽപ്പായസം, 10,000 പായസം ഇവിടെ ആൾക്കാർ ബുക്ക് ചെയ്യും. എല്ലാം കൊണ്ടും വളരെ വിശേഷപ്പെട്ട ദിവസമാണ്. കൂടുതൽ ആളുകളുടെ പ്രതികരണത്തിലേക്ക് പോകാം. ചേച്ചി, ഹാപ്പി വിഷു. ഹാപ്പി വിഷു. എന്തൊക്കെയുണ്ട് വിഷുവായിട്ട്? വിഷുവായിട്ട് അമ്പലത്തിൽ വരും രാവിലെ. പിന്നെ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. അമ്പലത്തിൽ വന്നതോറും വീട്ടിൽ കണി വെക്കും, അത്രയും. തീർച്ചയായിട്ടും വലിയ ആഘോഷം തന്നെയാണ്. വലിയ സന്തോഷത്തിലാണ് എല്ലാവരും ഉള്ളത്. അവർ വരുന്നു, കണി കാണുന്നു, ക്ഷേത്രത്തിന്റെ അകത്തേക്ക് പോയി തൊഴുകുന്നു. അത്തരത്തിൽ തന്നെയാണ് ഇന്ന് ഡൽഹി മലയാളികളെ സംബന്ധിച്ച് വിഷു ആഘോഷങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രവിധ കൃഷിക. ഓക്കെ അർജുൻ, എന്തായാലും വിഷുവായിട്ടൊരു ചിരിയാകാം കേട്ടോ. വളരെ സീരിയസ് ആയിട്ടാണ് അർജുൻ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു വിഷുച്ചിരി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.